ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതാ ബാൽക്കണിയിൽ വന്നിരുന്നതാണ്. അങ്ങനെ ഇതായിരുന്നപ്പോൾ നല്ല മഞ്ഞ് നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഇവിടെയൊക്കെ ഇരുന്ന് പിന്നെ രാവിലെ തന്നെ കുറേ തുമ്മലൊക്കെ കഴിഞ്ഞ് അലർജി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുമ്മി ഒരു വകയായി. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. കിച്ചണിൽ വന്നിട്ട് നല്ലൊരു ചായ കാച്ചി കുടിക്കാമെന്ന് വിചാരിച്ച്. പാൽ ചായ എനിക്കങ്ങനെ പറ്റില്ല, അതുകൊണ്ട് കട്ടൻ ചായ കുടിക്കുന്നതാണ്. പാൽ ചായ പറ്റായിട്ടില്ല, ഇഷ്ടമാണ് നല്ല, പക്ഷേ കട്ടൻ ചായയാണ് രാവിലെ തന്നെ കുടിക്കൽ, അലർജിയൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ ചായക്കും വെച്ചു. പിന്നെ ഗോതമ്പിൻ്റെ ദോശയില്ലേ മധുരമുള്ളത്, അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്നിതാ കലക്കി വെക്കലാണ്. ഗോതമ്പിൻ്റെ ദോശ ഏലാഞ്ചി ആക്കാം. പിന്നെ ഞാനിപ്പോൾ ആക്കുന്നത് നെയ്യും പഞ്ചസാരയും കൂട്ടിയിട്ട് അങ്ങനെ ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. മോന് സ്നാക്സ് ആയിട്ടും കൊടുക്കാം, നമുക്കും ചായക്ക് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് അതുണ്ടാക്കലാണ്. അപ്പം നന്നായിട്ട് കലക്കിയെടുക്കലാണ്. അതിൽ കുറച്ച് വെള്ളവും ഉപ്പും മാത്രം ചേർത്തിട്ട് കുറച്ച് നല്ലോണം വെള്ളം എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് മാത്രം ചേർത്തിട്ടാണ് കലക്കി വെക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ വെള്ളം തിളച്ചപ്പോൾ ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടൻ ചായ ആക്കാമെന്ന് വിചാരിച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് തന്നെയാണ്. കുറേ ആൾ പഞ്ചസാര ഇടാണ്ടാണ് കുടിക്കൽ, പക്ഷെ എനിക്ക് ഇച്ചിരി പഞ്ചസാര വേണം, തീരെ ഇല്ലാണ്ട് പറ്റുന്നില്ല. ലൈറ്റ് ചായ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുടിക്കാണ്ടാവില്ല, അങ്ങനെയാണ് പഞ്ചസാര കൂട്ടാണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക്. അങ്ങനെ ഇനി അടുത്തത് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കുക. ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് നെയ്യാക്കിയിട്ടില്ല, ജസ്റ്റ് നെയ്യൊന്ന് തൂക്കി കൊടുത്ത് പിന്നെ ദോശയുടെ മേലയിൽ നല്ല നെയ്യ് ചേർക്കലാണ്. അങ്ങനെ ദോശയൊക്കെ നല്ല വൃത്തിയിൽ ചുട്ടെടുക്കലാണ്. ചുട്ടെടുത്തിട്ട് ഒന്നാകുമ്പോൾ നല്ല നെയ്യില്ലേ, മിൽമ നെയ്യാ ബട്ടറാ ഏതായാലും കുഴപ്പമില്ല, നമുക്ക് നല്ല രീതിയിൽ വലിയവർക്ക് കുറച്ച് നെയ്യാക്കിയിട്ടും മക്കൾക്ക് കുറച്ച് നല്ല രീതിയിൽ നല്ലോണം നെയ്യാക്കിയിട്ടുമാണ് ആക്കിയത്. അങ്ങനെ അതിൻ്റെ മേലിൽ കുറച്ച് പഞ്ചസാരയും കൂടി തൂക്കി കൊടുക്കുക. കുറച്ച് പഞ്ചസാരയാണ്, കൂടുതലായിട്ട് ഞാൻ ചേർത്തിട്ടില്ല, പക്ഷെ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ ചേർത്ത പോലെ ഉണ്ടാവും. ഇത് ചൂടോടെ കഴിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചൂടൊക്കെ തണിഞ്ഞാൽ രസം ഉണ്ടാവില്ല, അപ്പടപ്പാട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ചൂടോടെ ഓരോരുത്തർക്കായിട്ട് ഉണ്ടാക്കലാന്ന്. വേഗം എണീറ്റവർക്ക് വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇത് കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം, പിന്നെ ചിക്കൻ കറി ഉണ്ട്, അപ്പോൾ ചപ്പാത്തി അതിന് കോംബോ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ. ഇത് കഴിഞ്ഞിട്ട് ചായയും കുടിച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ടായിന്, അതുകൊണ്ട് ചൂടോടെയുള്ള ദോശയും നല്ല കട്ടൻ ചായ നല്ല രസമാണത്. അങ്ങനെ ഞാൻ ഇരുന്നിട്ടൊന്ന് ചായ കുടിക്കട്ടെ. ചായ കുടി കഴിഞ്ഞിട്ട് ബാക്കി കാണാം. അങ്ങനെ ചായ കുടിയും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അടച്ച് വെച്ച് പിന്നെ ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. പിന്നെ കുറച്ചും കൂടി ദോശൻ്റെ മാവുണ്ട്, അതങ്ങ് മാറ്റി വെക്കാം. ആരെങ്കിലും വരുന്നതിന് ചുട്ട് കൊടുക്കാം ചൂടോടെ. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. കുറച്ച് മുന്നേ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിന്, അപ്പോൾ ചപ്പാത്തി കുറച്ച് പരത്തിയെടുക്കാം. വേഗം പരത്തിയിട്ട് വേഗം ചുട്ടെടുക്കാം. സ്കൂൾ വണ്ടി 8 മണിക്ക് വരും, അപ്പോൾ അതിന് മുന്നേ എല്ലാം റെഡിയാക്കി വെക്കണം. ചോറൊന്നും കൊടുത്തു വിടലില്ല ഞാൻ, ഇതേപോലെ ചപ്പാത്തി ഒറോട്ടി എന്താണോ ഉണ്ടാക്കുന്നത് അങ്ങനെ നാസ്തക്ക് ഉണ്ടാക്കുന്നത് നമ്മൾക്ക് ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞാനും കൊടുത്തു വിടൽ. ചോറൊന്നും ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിടലില്ല. പിന്നെ ചിക്കൻ കറി രാത്രിക്കത്തെ ഉണ്ടായിന്, കുറേ ചിക്കൻ കറി ആക്കിയിട്ടുണ്ടായിന്, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഓമരിക്കുള്ളത് പിന്നെ നമുക്കുള്ളത് തക്കാളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എല്ലാവരും നാസ്ത കഴിക്കുമ്പോൾ എന്തായാലും 11:30 എല്ലാം ആവും, അപ്പോഴത്തേക്ക് വേണ്ട. ഇപ്പം മോനിക്ക് വേണ്ടുന്നത് വേഗം ഉണ്ടാക്കിയെടുക്കലാണ്. അങ്ങനെ ചപ്പാത്തിയും ചുട്ടെടുത്തു. ഇനി നമുക്ക് ലഞ്ച് ബോക്സിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഇട്ട് കൊടുക്കലാണ്. ചിക്കൻ കറി വേറെ തന്നെയല്ല, ഇതിൽ തന്നെയാണ് ആക്കി കൊടുക്കൽ. വേറെ തന്നെ ആക്കിയാൽ ബാഗിലാവുമെന്ന് പറഞ്ഞിട്ട് മോന് പറയലാണ്, അതുകൊണ്ട് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കലാണ്, ഒഴിച്ച് കൊടുക്കലാണ്. അതുകൊണ്ട് ഒരു ചിക്കൻ പീസും കുറച്ച് കറി എന്തായാലും ബാക്കി കൊണ്ടുവരും. അപ്പോൾ ചപ്പാത്തി ആകുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്, വേറെ എന്തെങ്കിലും ആണെങ്കിൽ ബാക്കി കൊണ്ടുവരും, അതുകൊണ്ട് ഞാൻ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചിക്കൻ പീസും ചിക്കൻ കറിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കലാണ്. പിന്നെ സ്റ്റീലിൻ്റെ ഇതായതുകൊണ്ട് ലഞ്ച് ബോക്സ് ആയതുകൊണ്ട് പ്രശ്നമില്ല. എന്താണെന്ന് വെച്ചാൽ ചൂടോടെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ആണെങ്കിലല്ല പ്രശ്നം. ഇത് പുറമേ കോട്ടിങ് പ്ലാസ്റ്റിക്കും ഉള്ളിൽ സ്റ്റീലുമാണ്. അങ്ങനെ അടുത്തത് ഇനി സ്നാക്സാണ്. സ്നാക്സ് നേരത്തെ മധുരട്ട ദോശ ഉണ്ടാക്കിയത്, അപ്പോൾ അത് വെച്ച് കൊടുക്കലാണ്. അങ്ങനെ അവന് അത്ര ഇഷ്ടമല്ല, പക്ഷേ എന്തായാലും സ്നാക്സായിട്ട് കൊടുക്കണ്ട എന്തെങ്കിലും, അപ്പോൾ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ചപ്പാത്തി ആക്കിയതിൻ്റെ സ്ഥലമെല്ലാം ക്ലീൻ ആക്കലാണ്. കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്, അതും കൂടി കഴുകണം. അതിപ്പം കഴുകണമെങ്കിൽ ഇനിയിപ്പോൾ അവനെ സ്കൂളിലേക്ക് വിട്ടിട്ട് വേണം കഴുകാൻ.
അപ്പോൾ ഇനി ഇതാ സ്കൂളിലേക്ക് വിടലാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ വാട്ടർ ബോട്ടിൽ വെള്ളം ഒഴിച്ച് കൊടുക്കലാണ്. ചൂടുവെള്ളം തന്നെയാണ്. അതും സ്റ്റീലിൻ്റെ ബോട്ടിലായതുകൊണ്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക, ഒന്നും കുഴപ്പമില്ല. അങ്ങനെ ഇതാ നമ്മളിതാ അവനെ കൊണ്ടാക്കാൻ പോലാണ്. കൊണ്ടാക്കലെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ വരും, കുറച്ച് നമ്മളെ റോഡിന് വരും. അപ്പോൾ റോഡിൻ്റെ അടുത്തേക്ക് പോയി അങ്ങനെ അവനും പോയി. അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്ന് ഇനി എനിക്ക് മുറ്റടിക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഐസിന് എണീറ്റിട്ടുണ്ട്. ഐസിനെ ഒന്ന് പല്ല് തേച്ച് കൊടുത്ത് പിന്നെ എന്താ പറയുക ചായയൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഉഷാറാക്കി എടുക്കണം. എന്നിട്ട് അതിന് ശേഷം ഇതാ ഞാൻ മുറ്റടിക്കാൻ വന്നതാണ്. ഐസി കുറേ സംശയം ചോദിക്കുന്നുണ്ട്, എന്ത് കണ്ടാലും പാമ്പ് പാമ്പ് എന്ന് പറയൂ. അതുകൊണ്ട് എന്താ പറയുക നമ്മൾ നോക്കലാണ് എന്തോളിന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഒന്നുമില്ല, ചെറിയൊരു ഓലക്കഷ്ണമാണത്. അങ്ങനെ ഇതാ അവിടുത്തെ മുറ്റക്കടി കഴിഞ്ഞ് ഇനി ഒന്ന് കൂട്ടി വെച്ചിട്ട് കത്തിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല തണുപ്പല്ല, അപ്പോൾ കത്തിക്കലുമായി, കാക്കൊക്കെ പോകലുമായി. അങ്ങനെ ഇതാ എല്ലാം അടിച്ച് കൂട്ടിയിട്ട് കത്തിക്കലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കത്തിക്കാൻ പോകുന്നത്. ക്ലീനായി, അതുകൊണ്ട് നല്ല രാവിലെ തന്നെ ഇറങ്ങി ജോലി ചെയ്താൽ വേഗം ക്ലീനാവും. അങ്ങനെയാണ്. ഒരു ഉച്ച ടൈമിലാകുമ്പോൾ ഭയങ്കര ചടപ്പായിരിക്കും, പിന്നെ മടിയാവും. അങ്ങനെ ഇതാ നമ്മൾ കത്തിക്കെല്ലാം കഴിഞ്ഞിട്ട് ഇനി ബാക്കിലൊക്കെ അടിക്കാനുണ്ട്, അവിടെയൊക്കെ അടിച്ചു തരലാണ്. അതിൻ്റെ വീഡിയോ ഐസിയാണ് എടുത്ത് തന്നിട്ടുണ്ടായത്. ഇതൊക്കെ ഞാൻ തന്നെ എടുത്തത്. ഇനി എടുക്കുന്നത് ഐസിയാണ് വീഡിയോ. പക്ഷെ അതെല്ലാം കുറേ ഞാൻ കട്ടാക്കിയിട്ടുണ്ടായിന്, ആകെ മൊത്തത്തിൽ കൊളായിന്. പക്ഷെ ചില വീഡിയോ ഒക്കെ അടിപൊളിയായിന്. അങ്ങനെ ഇതെല്ലാം എടുത്തു തന്നത് ഐസിയാണ്. നല്ല വൃത്തിയിൽ എടുത്തു തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ചില സമയത്ത് കൊളായിന്ന് അറിയില്ല, അവൻ്റേതായ രീതിയിൽ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് കയറി. എന്നിട്ട് നമുക്ക് ടൊമാറ്റോ കറി ഉണ്ടാക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഒന്ന് നല്ലോണം പൊട്ടിത്തുടങ്ങുമ്പോൾ ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അത് നല്ലോണം വാട്ടിയെടുക്കേണ്ടതാണ്, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ലോണം വാട്ടിയെടുക്കുക. ഇനി ഒന്ന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഈ തക്കാളിക്കറി എല്ലാവരും ഉണ്ടാക്കുന്നതന്നെയല്ലേ, അത് പിന്നെ ഞാൻ പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ സ്റ്റൈലായിരിക്കും എന്നല്ലേ ഉള്ളൂ അല്ലേ. ഇതിൽ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പിന്നെ കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണ്, അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഞാനിതാ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇതിൽ. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും, ഒന്ന് തിളക്കും, അത്രേ ഉള്ളൂ. ഇതിന് പകരം ഞാൻ പറഞ്ഞില്ലേ കഞ്ഞിവെള്ളം ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. കൂവ ഉണ്ടായിരുന്നു, അപ്പോൾ കൂവ പുഴുങ്ങിയിട്ട് ഒന്ന് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് കാച്ചിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ അതും എടുത്ത് വെച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നാസ്തയൊക്കെ കഴിഞ്ഞു. അങ്ങനെ വെറുതെ വെക്കുമ്പോൾ ഇങ്ങനെ കടല ഉണ്ടായിന്, തോട് കടല, അത് കഴിച്ച്. കപ്പലുണ്ടില്ലേ, അത് കഴിച്ചു. പിന്നെ കുറച്ച് ബാൽക്കണിയിലൊക്കെ ഇരുന്ന് അങ്ങനെ കഴിഞ്ഞിട്ട് എൻ്റെ ചങ്ങായിൻ്റെ ഒപ്പം ഞാൻ മട്ടന്നൂർ പോയിട്ടുണ്ടായിന് ടൗണിൽ. അപ്പോൾ ഇതാ അവളാകെയുള്ള ട്രീറ്റാണിത്. അപ്പോൾ ഗോൾഗപ്പയും സാൻഡ്വിച്ചാണ് കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബായ്, വീണ്ടും കാണാം.